തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലേക്ക് കുറച്ച് ദിവസമായി ഇവിടെ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ പോലും. അങ്ങനെ ഇന്നൊരു യോഗമൊക്കെ നടന്നു. വലിയ പാളിച്ച പറ്റിയെന്ന് യോഗത്തിൽ തന്നെ മന്ത്രി അടക്കം സമ്മതിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ അർദ്ധരാത്രിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധം നടന്നിരിക്കുന്നു. BJP കൗൺസിലർമാരാണ് ഈ കുടിവെള്ളം കിട്ടാത്തതിലുള്ള സമരവുമായി രംഗത്ത് വന്നത്. പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ മേയറെയും വകുപ്പ് മന്ത്രിയെയും തടയുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ജിബിൻ JB വിവരങ്ങളുമായിട്ട്. ജിബിൻ, ദിവസങ്ങൾ എത്രയായി? ഇന്ന് വൈകുന്നേരം ഒരു യോഗം നടന്നു. മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് കാര്യമായ പാളിച്ച പറ്റിയെന്ന് പറയുകയും ചെയ്താണ്. അതിനുശേഷവും ഒരു നടപടികളും ഉണ്ടായില്ലേ? വലിയ ക്ഷാമമുള്ളിടത്ത് ടാങ്കറുകളിലെങ്കിലും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള നടപടിയും ഉണ്ടായില്ലേ? ദിവിഷ്, കഴിഞ്ഞ 4 ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 46 വാർഡുകളിൽ ഇത്തരത്തിൽ ജലക്ഷാമം വലിയ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ ഉത്തരമെന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം കളിയിക്കാവിള റെയിൽവേ പാതയുടെ ഇരട്ടിപ്പിക്കൽ നടക്കുന്നത് കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ മെയിൻ പൈപ്പിലെ ട്രാൻസ്മിഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നാണ് ആദ്യ സമയത്തൊക്കെ തന്നെ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്ന മറുപടി എന്ന് പറയും. പക്ഷേ ഇപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ്റെ 46 വാർഡുകളിൽ ഇത്തരത്തിൽ ജലക്ഷാമം നേരിട്ട് ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ട് പലർക്കും കുടിവെള്ളത്തിന് പോലും കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഒരു യോഗം വിളിച്ച് ചേർക്കുകയുണ്ടായത്. പക്ഷേ ആ ഒരു യോഗത്തിൽ മന്ത്രി പോലും വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു നടപടിയെ തീർത്തും തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ന്, അതായത് വരുന്ന ദിവസം നാളെ രാവിലെയോടുകൂടി തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള ഉത്തരമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഭിച്ചത്. പക്ഷേ ആ ഒരു സമയത്ത് എന്തായാലും നാളെ രാവിലെയോടുകൂടി തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല. അതിന് മാത്രമുള്ള പണികൾ ഇനിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഇന്ന് രാത്രി ഏകദേശം 10:45 BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ സമരവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് മുമ്പ് വരെയും ഈ സമരവുമായി ഇവിടെ ഈ BJP കൗൺസിലർമാർ സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിൽ കുത്തിയിരുന്നുകൊണ്ട് തന്നെ അവർ സമരം ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ ഒരു സമരം, അതായത് നാളെ രാവിലെയോട് കൂടി ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ മേയറേയും വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ റോഡിൽ തറഞ്ഞുകൊണ്ടുള്ള ഒരു സമരവുമായി BJP മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിന് ശേഷം BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള MR ഗോപൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ദിവിഷ്, ശരി.